Hello students, welcome back to the another online session of corporate regulations. In the last class we have just started the promotion of formation of a company in the topics what are the important documents included in a company. So there are three documents prepared by the company. One is Memorandum of Association, Articles of Association, and Prospectus. Then what do you mean by Memorandum of Association? Memorandum of Association is one of the important documents prepared by the company. It includes all the details of the company. So there are different contents are included in Memorandum of Association. So what are the contents included in Memorandum of Association? We are going to learn today's session. So these are the important contents included in Memorandum of Association. First one, name clause, registered office clause, object clause, capital clause, liability clause, and association or subscription clause. The first one is name clause. What do you mean by name clause? The promoters make an application to the registrar of the company for the availability of name. ഒരു പ്രൊമോട്ടർ ആരാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോട്ടർ ആരാന്ന് പറഞ്ഞു. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രാരംഭഘട്ടത്തിൽ, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യും, ബിസിനസ്സിൻ്റെ ഐഡിയാസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രാക്റ്റിലും അങ്ങനെയുള്ള പ്രിലിമിനറി കോൺട്രാക്റ്റിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ the promoter make an application to the registrar of the company for the availability of name. അപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർ എന്തിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം? നെയിമിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ രജിസ്ട്രാറിന് പ്രൊമോട്ടർ എന്ത് കൊടുക്കണം? കമ്പനിയുടെ നെയിമിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ദ കമ്പനി ക്യാൻ അഡോപ്റ്റ് എനി നെയിം. കമ്പനിക്ക് എന്ത് നെയിമും എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യാം. ബട്ട് ഈഫ്, പക്ഷെ എന്തുണ്ട്? ചില കണ്ടീഷൻസ് ഉണ്ട്. ദർ ഈസ് നോ അതർ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ സെയിം ഓർ അണ്ടർ ആൻ ഐഡൻറ്റിക്കൽ നെയിം. വേറെ ഒരു കമ്പനിയും ആ നെയിമിൽ ഉണ്ടാവാൻ പാടില്ല. ആ നെയിമിലോ അതേപോലെ തന്നെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള നെയിമിലോ ഉണ്ടാവാൻ പാടില്ല. ദ നെയിം ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ചില നെയിമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് പ്രൊഹിബിറ്റ് ചെയ്തിട്ട്, അതായത് നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നെയിമൊന്നും നമ്മൾ നമ്മുടെ കമ്പനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ പ്രൊമോട്ടർ നെയിമിനുള്ള ആപ്ലിക്കേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? കമ്പനി രജിസ്ട്രാറിനാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നെയിമിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ നെയിം ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സിമിലർ ആയിട്ടോ അല്ലെങ്കിൽ അതേപോലെ വേറൊരു കമ്പനിയോ ഉള്ളൊരു പേരോ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ദ നെയിം ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് പ്രൊഹിബിറ്റ് ചെയ്ത ഒരു നെയിമും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചൂസ് ചെയ്യാൻ പാടില്ല. ദെൻ once the name has been approved and the company has been registered, അതായത് അങ്ങനെ നെയിം അപ്രൂവ് ആയി, അതേപോലെ തന്നെ കമ്പനി രജിസ്റ്ററും ആയി, then the name of the company with registered office shall be affixed on outside of the business premises. അതായത് കമ്പനിയുടെ നെയിം ബിസിനസ്സിൻ്റെ ആ ഒരു പ്രിമിസസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അതായത് എവിടെയാണോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ നെയിം എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. The word limited or private limited as the case may be shall be added to the name. അതായത് കമ്പനി ലിമിറ്റഡ് ആയിട്ടാണോ അതോ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണോ തുടങ്ങുന്നതെന്നുള്ളതിൻ്റെ കാര്യം കൂടെ ആ ഒരു കമ്പനി നെയിമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then the name and address shall be mentioned in all letterheads, business letters, notice and common seal of the company. അതേപോലെ തന്നെ കമ്പനിയുടെ ലെറ്റർ ഹെഡിലും നോട്ടീസിലും കോമൺ സീലിലൊക്കെ കമ്പനിയുടെ നെയിമും അഡ്രസ്സും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് നെയിം ക്ലോസിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലുള്ള നെയിം ക്ലോസിൽ പറയുന്നത്. Then second one is registered office clause. Memorandum of Association must take the name of the state in which the registered office of the company is to be situated. ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തിനുള്ള ക്ലോസ് ഉണ്ട്? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ടും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയുന്നത്. എവറി കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ 13 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അതായത് ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് പ്രൊമോട്ടർ നെയിമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്
അതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ തന്നെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എവിടെയാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. നോട്ടീസ് ഓഫ് ദ സിറ്റുവേഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് എവറി ചേഞ്ച് ഷാൽ ബി ഗിവൺ ടു ദ രജിസ്ട്രാർ വിത്തിൻ 13 days ആഫ്റ്റർ ദ ഡേറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ ചേഞ്ച്. ഇത് 30 ദിവസത്തിനുള്ളിൽ തന്നെ അതായത് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. The next one is object clause. It is not only show the objects for which the company is formed but also determines the extent of the power which the company can exercise in order to achieve the object or objects. Object clause എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പനിക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ആൻഡ് സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. It not only shows the objects for which the company is formed but also determines the extent of the power which the company can exercise in order to achieve that object. അത് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള കമ്പനിയുടെ പവേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഒബ്ജക്റ്റ് ക്ലോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒബ്ജക്റ്റ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one, while drafting the object clause of the company, the following point should be kept in mind. നമ്മളൊരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒബ്ജക്റ്റ് ക്ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ വെക്കണം. ദ ഒബ്ജക്റ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ. ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലീഗൽ ആവാൻ പാടില്ല. ദെൻ സെക്കൻഡ് വൺ, ദ ഒബ്ജക്റ്റ് മസ്റ്റ് നോട്ട് ബി എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. അതായത് നമുക്കറിയാം കമ്പനീസ് ആക്ട് ഉണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരമാണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസും റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആവരുത് നമ്മൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. ദ ഒബ്ജക്ട്സ് മസ്റ്റ് നോട്ട് ബി എഗെയിൻസ്റ്റ് പബ്ലിക്. ഒരിക്കലും പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആവരുത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദ ഒബ്ജക്ട്സ് മസ്റ്റ് നോട്ട് ബി സ്റ്റേറ്റഡ് ക്ലിയർലി. നെക്സ്റ്റ്, ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് point in an object clause. The objectives must be stated in a clearly. അതായത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സും ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചു. പക്ഷേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് കൂടി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് അത് ക്ലിയർ ആയിട്ട് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ദ ഒബ്ജക്ട്സ് മസ്റ്റ് ബി ക്വയറ്റ് എലാബറേറ്റ് ഓൾസോ. അതായത് ആവശ്യമായ വിശദീകരണങ്ങൾ കൂടി നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളൊരു കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. The next one is capital clause. State the amount of share capital which the company is to be registered and division of the share capital into shares of a fixed amount. Capital clause എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് ടു ബി രജിസ്റ്റേർഡ്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷെയർസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് അല്ലാതെ ദ ഡിവിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർസ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഷെയർസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഷെയർസിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഷെയർസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം, ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one is liability clause. എന്താണ് liability clause എന്നാ പറയുന്നത്? In the case of a company limited by guarantee or limited by shares, memorandum of association must have a clause to effect that the liability of the member is limited. അതായത് ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അത്തരം കമ്പനികൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. അതായത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ക്ലിയർലി അതായത് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ഇതാണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്.
അങ്ങനെ ലിമിറ്റഡ് ആണെന്ന് വ്യക്തമാക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു കമ്പനിയിൽ, അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്ന് അസ്യൂം ചെയ്യും. അത്തരം കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആവുകയും ഞാനൊരു 1 lakh ഷെയർ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 lakh ഷെയർ കമ്പനി എൻ്റെ കയ്യിൽ നിന്ന് കോൾ ചെയ്തത് 70,000 റുപ്പീസാണ്. അപ്പോൾ എനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ കമ്പനിക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ബാക്കി 30,000 റുപ്പീസ് കൂടി കമ്പനി വാങ്ങും. അതായത് 1 lakh റുപ്പീസിൻ്റെ ഷെയർ ഞാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദെൻ എൻ്റെ കയ്യിൽ കമ്പനി വാങ്ങിയിട്ടുള്ളത്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് കമ്പനി വാങ്ങിയിട്ടുള്ളത് 70,000 റുപ്പീസാണ്. കമ്പനി ബാക്കി വരുന്ന 30,000 റുപ്പീസ് കൂടി എന്നോട് കോൾ ചെയ്യുകയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കോൾ ചെയ്യൂല എന്നുള്ളതാണ്. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്തത് ആ ഷെയറിന് തുല്യമായിട്ടുള്ള ലയബിലിറ്റി നമുക്ക് ഉണ്ടാകും. അതല്ലാതെ അതിൽ കൂടുതലുള്ള ഒരു ലയബിലിറ്റിയും ഇല്ല എന്നതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമ്മൾ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയത് അത്രയും രൂപയുടെ ലയബിലിറ്റി നമുക്ക് ഉണ്ടാകും. നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റുകൊണ്ട് കമ്പനിയുടെ ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു ലയബിലിറ്റി ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനി ലിമിറ്റഡ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി ക്ലോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആണ് പറയുന്നത്. ഇൻ ദിസ് ക്ലോസ് ദ subscribers declare that they desire to be formed into a company and agree to take shares stated against their names. In this clause, the subscriber declare that they desire to be formed into a company and agree to take shares stated against their names. അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെയുള്ള ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സബ്സ്ക്രൈബേഴ്സ് ഡിക്ലെയർ ദാറ്റ് ദേ ഡിസൈഡ് ടു ബി ഫോംഡ് ഇൻ ടു എ കമ്പനി ആൻഡ് എഗ്രി ടു ടേക്ക് ഷെയർസ് ആൻഡ് അഗെയിൻസ്റ്റ് ദർ നെയിംസ്. അതായത് കമ്പനി ഫോം ചെയ്യുകയും അവിടെയുള്ള ഷെയർസ് സബ്സ്ക്രൈബേഴ്സ് ഏറ്റെടുക്കുക എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എവിടെയാണ് പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ ക്ലോസിലാണ്. നോ സബ്സ്ക്രൈബർ വിൽ ടേക്ക് ലെസ് ദാൻ 1 ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്ഡ് ബൈ ലീസ്റ്റ് 7 persons ഇൻ എ പബ്ലിക് കമ്പനി ആൻഡ് 2 persons ഇൻ എ പ്രൈവറ്റ് കമ്പനി. അതായത് ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ, നമ്മൾ തുടങ്ങുന്നത് ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, മിനിമം 7 persons ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവിടെ മിനിമം 2 persons ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നോ സബ്സ്ക്രൈബർ വിൽ ടേക്ക് ലെസ് ദാൻ 1 ഷെയർ. എല്ലാ സബ്സ്ക്രൈബറും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു ഷെയറെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ മിനിമം ഒരു ഷെയറെങ്കിലും പർച്ചേസ് ചെയ്താൽ മാത്രമേ അവരവിടുത്തെ ആ കമ്പനിയുടെ സബ്സ്ക്രൈബർ ആയിട്ട് മാറുള്ളൂ. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ 7 persons ഉണ്ടാവണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ 2 persons ഉണ്ടായിരിക്കണം. ഈ പേഴ്സൺസ് എല്ലാവരും തന്നെ ഒരു ഷെയർ വെച്ചിട്ടെങ്കിലും മിനിമം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ സിഗ്നേച്ചർ ഓഫ് ഈച്ച് സബ്സ്ക്രൈബർ മസ്റ്റ് ബി attested by at least one witness who cannot be any of the subscriber. അതേപോലെ തന്നെ ഓരോ സബ്സ്ക്രൈബറും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അയാളുടെ സ്വന്തം സൈൻ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു ക്ലോസിൽ. അതേപോലെ തന്നെ ഓരോ സബ്സ്ക്രൈബറിനും ഒരു വിറ്റ്നസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് സൈൻ അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സബ്സ്ക്രൈബറിനും ഒരു വിറ്റ്നസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഈ വിറ്റ്നസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പബ്ലിക് കമ്പനിയാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 7 ആൾക്കാരുണ്ട്. അപ്പോൾ ആ 7 ആൾക്കാരിൽ തന്നെ ഒരു വിറ്റ്നസ് ആവാൻ പാടില്ല. അതായത് ഒരു സബ്സ്ക്രൈബറിന് നമ്മൾ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും എന്ത് ചെയ്യണം, വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരണം. അല്ലാതെ ആ 7 ആൾക്കാരിൽ നിന്ന് നമുക്കൊരിക്കലും വിറ്റ്നസിനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈച്ച് സബ്സ്ക്രൈബർ ആൻഡ് ഹിസ് വിറ്റ്നസ് ഷാൽ ആഡഡ് ഹിസ് അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓക്യുപ്പേഷൻ എക്സെട്ര. അതേപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ ഓരോ സബ്സ്ക്രൈബറും അതേപോലെ തന്നെ അയാൾ സൈൻ ചെയ്യുമ്പോൾ അയാളുടെ വിറ്റ്നസും അയാളുടെ അഡ്രസ്സും അയാളുടെ ഡിസ്ക്രിപ്ഷൻ, അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസ്ക്രിപ്ഷനും അയാളുടെ ഓക്യുപ്പേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർസ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന മാറ്റേഴ്സ് ഒക്കെ എന്തുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടൻസ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കണ്ടൻസ് ആണ് ഉള്ളത്. ഇത് എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, object clause, capital clause, and liability clause, and subscription clause. So these are the important contents included in a memorandum of association. While preparing a memorandum of association of the company, these clause must be included. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. So this is all about today's session. Thank you for watching this video.